കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന ഒരു ചോദ്യം. ഒരു ദിവസം നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ അരമനയിലേക്ക് വന്നു. താൻ വന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കഥ ദാവീദ് രാജാവിനോട് പറഞ്ഞു. ആ കഥയുടെ അവസാനം ദാവീദ് രാജാവിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ആ മനുഷ്യൻ നീ എന്തിന് അങ്ങനെ ചെയ്തു എന്നാണ്. ഒരു പക്ഷേ ദാവീദ് മനസ്സിൽ വിചാരിച്ചു കാണും, ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം സംഭവം നടന്ന് വളരെ നാളുകളായി കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന് ഒന്നും രഹസ്യമല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. വിത്ത് ഹും വി ഹാവ് ടു ഡു. 7-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. പ്രവാചകൻ 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദാവീദിനോട് പറയുന്നതായ കാര്യങ്ങൾ. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർവിടത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിനതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. 9-ാമത്തെ വാക്യം, നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. റോമാലേഖനം 14-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ 487-ാമത്തെ പുറത്ത് ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഓരോ വാക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശുദ്ധ ദൂതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും കൂടാതെ കൃത്യമായി ഇതൊക്കെയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൻ്റെ 486-ാമത്തെ പുറത്തെഴുതിയിരിക്കുകയാണ്, അനുതപിച്ച് പാപക്ഷമ പ്രാപിച്ചിട്ടില്ലാത്ത പാപങ്ങളൊക്കെയും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ കാണും. എന്നാൽ അനുതപിച്ച് പാപക്ഷമ പ്രാപിച്ചതായ പാപങ്ങൾ നമ്മളുടെ റെക്കോർഡിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടാത്തതായ പാപങ്ങൾ നമുക്ക് എതിരെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. ന്യായവിധി ദിവസത്തിൽ അത് നമുക്ക് എതിരെ വരുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു ദിവസം ആ ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു? ഇതാണ് ലേഖനം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടും കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തവും നമ്മുടെ വാക്കുകൾ നിമിത്തവും നമ്മൾ ന്യായവിധിയിൽ ഉത്തരം പറയേണ്ടി വരും. ഇത് സാധാരണ വിശ്വാസികൾ, ശുശ്രൂഷകരായിട്ടുള്ളവർ, ചുമതല വഹിക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ളതായ കാര്യമാണ്. ഓരോ ദിവസവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ദൈവഭയത്തോടു കൂടി ആയിരിക്കണം. ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അത് ഗൗരവമായി കണക്കാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളെ ദൈവഭയത്തോടുകൂടി ക്രമീകരിപ്പാൻ
അടിയങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കാൻ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.